ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. ഇന്നത്തെ ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിം യൂണിയൻ ലേറ്റ് ആവുന്നത് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇന്നോവ ചെയ്തു, കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തു, എന്നിട്ടും പിന്നെ നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത വരും, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ലേറ്റ് ആവുന്നത്, എന്താണ് ശരിക്കും ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി സറണ്ടറിങ് സ്റ്റേജിലല്ല. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു വരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ശരിക്കും എന്താണ് ട്വിൻ ഫ്ലെയിം? ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എനർജറ്റിക് കണക്ഷൻ. ഓക്കെ, നമ്മുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസും നമ്മുടെ ഉള്ളിലെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഇഷ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു യിങ് യാങ് എനർജി ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ മാസ്കുലൈൻ ഫെമിനൻ എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രപഞ്ചത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകാർണേറ്റ് ചെയ്ത അല്ലെങ്കിൽ പുനർജന്മം എടുത്ത സോൾസ് ആണ് ട്വിൻ സോൾസ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷനുള്ളത്, ട്വിൻ ഫ്ലെയിം യൂണിയനിൽ നമ്മൾ എത്രത്തോളം അഡിക്റ്റഡ് ആവുന്നു, എത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, അത്രത്തോളം അത് ലേറ്റ് ആവും, നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം മനസ്സിലാക്കുക, ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇതൊരു റൊമാൻറ്റിക് കണക്ഷൻ അല്ല ഒരിക്കലും. ഓക്കെ, ഒരു 3D റിയാലിറ്റിയിൽ നിങ്ങൾ സാധാരണ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ സാധാരണ മറ്റ് വ്യക്തികളെ പോലെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, അങ്ങനൊരു കണക്ഷൻ അല്ല ഇത്. ഓക്കെ, ഇത് സ്പിരിച്വൽ കണക്ഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഡിവൈൻ മാജിക്, യൂണിവേഴ്സിൻ്റെ മാജിക് അറിയാനും വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു കണക്ഷൻ, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്പിരിച്വൽ ലെവലിലേക്ക്, സ്പിരിച്വൽ തലത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ, നിങ്ങളുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ് സ്വയം ക്ലിയർ ചെയ്ത് ഒരു ഇന്നോ യൂണിയൻ, ഹാർമോണിയസ് യൂണിയനിലേക്ക് പോകാനുള്ള വഴിയാണ് ആദ്യം തേടേണ്ടത്. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് സ്വയം ക്ലിയർ ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, എത്രത്തോളം നിങ്ങൾ ഈ ട്വിൻ ഫ്ലെയിമിനെ ചേസ് ചെയ്യുന്നു, എത്രത്തോളം അവരുടെ പിന്നാലെ പോകുന്നു, നിങ്ങൾക്ക് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബാലൻസ് അല്ലെങ്കിൽ എനർജി ബാലൻസ് നിങ്ങൾക്ക് വിട്ടു പോകുന്നു, അവിടെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവുന്നു, ബുദ്ധിമുട്ടുണ്ടാവുന്നു, സ്ട്രഗിൾസ് ഉണ്ടാവുന്നു. ഓക്കെ, പക്ഷേ ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ എപ്പോഴും പെയിൻഫുള്ളാണ് അല്ലേ. അതങ്ങനെയാണ്. ട്വിൻ ഫ്ലെയിം യൂണിയൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് വളരെയധികം പെയിൻഫുള്ളാണെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ പെയിൻഫുള്ളാണ്. നമുക്ക് 2 ദിവസം വളരെ ബാലൻസ് ആയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട് തോന്നും. സെക്കൻഡ് ഡേ 2-3 ദിവസം, 4-5 ദിവസം, ഓക്കെ, അത് കഴിയുമ്പോൾ വീണ്ടും ഡാർക്ക് നൈറ്റ് തോന്നും. നമുക്ക് വല്ലാത്തൊരു മിസ്സിങ് ഫീൽ, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് നിങ്ങൾ അവരുടെ പിന്നാലെ പോകാനല്ല ശ്രമിക്കേണ്ടത്. മിസ്സിങ് ഫീൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വലി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, എന്തോ ഒരു കാര്യത്തിൽ നമ്മൾ വീണ്ടും പഠിക്കേണ്ടതുണ്ട്, ഏതോ ഒരു ലെസൺ നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, നമുക്ക് മിസ്സിങ് ഫീൽ വരാം, വിഷമം ഉണ്ടാവാം, ഈ ജേണി വിട്ടെറിഞ്ഞിട്ട് പോകണമെന്ന് തോന്നാം, പക്ഷേ എങ്ങോട്ടും ഒളിച്ചോടാൻ പറ്റില്ല കേട്ടോ. മനസ്സിലാക്കുക, നമ്മൾ എത്രത്തോളം നമ്മളുമായിട്ട് അലൈൻ ആവുന്നു, എത്രത്തോളം നമ്മുടെ ഉള്ളിൽ നമ്മൾ കംഫർട്ട് ഉണ്ടാക്കിയെടുക്കുന്നു, നമ്മൾ എത്രത്തോളം നമ്മുടെ ഷാഡോ സൈഡിനെ നമ്മൾ എത്രത്തോളം ക്ലിയർ ചെയ്യുന്നു, അത്രത്തോളം നമുക്കിതൊരു ബ്ലിസ്ഫുള്ളായിട്ടുള്ള മൊമെൻറ്റ് അല്ലെങ്കിൽ ബ്ലിസ്ഫുള്ളായിട്ടൊരു ജേണി ആയിട്ട് തോന്നും. ഓക്കെ, ഇനി ഒരുപാട് ഇന്നോവൊക്കെ ചെയ്തിട്ടും നമുക്ക് ഇത് ലേറ്റ് ആവുന്നു, എന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും ഈ ഇന്നോവൊക്കെ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ ചേസ് ചെയ്യുക അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം യൂണിയനിലേക്ക് പോകാനുള്ള ഇന്നോവൊക്കെയായിട്ട് ചെയ്യരുത്. നമ്മുടെ ഉള്ളിലെ ഇഷ്യൂസ്, നമ്മുടെ ഉള്ളിലെ കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാവണം ഓരോ ഇന്നർ വർക്കും. ഓക്കെ, ഇന്നർ വർക്കിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കാം കേട്ടോ. ലിങ്ക് ഞാൻ കൊടുക്കാം. ട്വിൻ ഫ്ലെയിമിനെ നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു അത്രത്തോളം ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷേ എന്നിരുന്നാലും നമ്മൾ പിന്നെയും ഈ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ പിന്നെയും അഡിക്റ്റഡ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് നമ്മൾ ഈ ഒരു ഔട്ട്കം, ഈ റിസൾട്ടിലോട്ട് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിപ്പോയി. നമ്മൾ വൈബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, യൂണിവേഴ്സൽ ഫ്രീക്വൻസിയിലോട്ട് വരാൻ ശ്രമിക്കുന്നു, പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കുറവുകളും കാര്യങ്ങളും, നമ്മളതായത് ട്വിൻ സോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ കണക്ഷനാണ്, എനർജറ്റിക് സോളാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ നമ്മുടെ ഉള്ളിൽ നോക്കാതെ മറ്റ് പുറത്തോട്ട് നോക്കുന്ന അത്രയും നമുക്ക് പെയിൻ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ അൺകോൺഷ്യസ്ലി മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു അവരുടെ ഇൻസെക്യൂരിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് നമ്മളൊരു വ്യക്തി മെൻറ്റാലിറ്റിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെയിനും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, നോർമൽ ലൈഫ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ
ചെയ്യേണ്ട കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക, ഔട്ട്കമ്മിലേക്ക് നോക്കാതിരിക്കുക, അവരിലേക്ക് നോക്കാതിരിക്കുക, നേരെ മറിച്ച് എപ്പോഴും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഓരോ പ്രാവശ്യവും ടെൻഷൻ പെയിൻ വരുമ്പോഴും നിങ്ങൾക്ക് മെഡിറ്റേഷൻ വഴി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി അവർക്ക് ലവ് സെൻഡ് ചെയ്യാം. ഓക്കെ, ഒരു കംഫർട്ട്, നിങ്ങളുടെ ഒരു സ്നേഹം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സമാധാനം, ശാന്തി ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പക്ഷേ നിങ്ങൾ അവരെ 3D ലൈഫിൽ എത്രത്തോളം ചേസ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നില്ല. നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ലെറ്റ് ഗോ ചെയ്താലും ഇപ്പോഴും അതിൽ അഡിക്റ്റഡ് ആയിരിക്കും. നമുക്ക് സ്നേഹം ഉണ്ടാവും, അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, പക്ഷേ നമ്മളതിനെ പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. നമ്മളതിനകത്ത് അവെയർ ആയിരിക്കാം, കോൺഷ്യസ് ലെവലിൽ ചിന്തിക്കുക, ആ ഒരു ലൂപ്പ് നമ്മൾ പതിയെ പതിയെ പുറത്തിറങ്ങി നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്രത്തോളം നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, പിന്നെ എപ്പോഴും നിങ്ങളൊരു ഇമോഷണലി പുറമേ നോക്കിക്കഴിഞ്ഞാൽ ട്വിൻ ഫ്ലെയിം എന്നൊരു ലേബൽ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഏതൊരു പാർട്ട്ണർ വരുന്നു, മേ ബി ചൈൽഡ്ഹുഡിലായിരിക്കാം, അപ്പോൾ നിങ്ങളവരുമായിട്ട് ഇമോഷണലി അൺഅവൈലബിൾ അല്ലാത്തൊരു പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, അവരുടെ പിന്നാലെ അറ്റാച്ച്മെൻറ്റും കൊണ്ട് ചെല്ലുവാണ്. ഓക്കെ, അപ്പോൾ അതൊരു ട്രോമയാണ് ശരിക്കും. ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മളെ പറ്റി ഒരു മോശം അഭിപ്രായം സ്വന്തം ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, ഇത് നമുക്കൊരു ലിമിറ്റിംഗ് ബിലീഫായിട്ട് വരാം. പിന്നെ നമ്മൾ ഇപ്പോൾ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കത് അവർ സെപ്പറേഷനായിപ്പോയി. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോഴും അവരുടെ തിരിച്ചുവരവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു അത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു മാനിഫെസ്റ്റേഷന് ഒരു റെസിസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വേർതി അല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് ഇപ്പോഴും നിങ്ങൾ പിന്നെയും ആ ഒരു വൈബ്രേഷനാണ് യൂണിവേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതാണ് ചേസിങ്. എനിക്ക് എന്തോ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ചേസ് ചെയ്ത് പോകുന്നത്. ഇല്ല എന്നുള്ളതാണ് പിന്നെയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം സറണ്ടറിങ് എന്ന് പറയുമ്പോൾ നമുക്കുള്ളിലെ വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കംഫർട്ട് സോണിൽ ലീവ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഇന്ന വർക്കിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അച്ചീവ് ചെയ്യുക. പിന്നെ നമ്മുടെ സോൾ പർപ്പസിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുക. നമ്മുടെ പാഷൻ അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ജേണിയിൽ വന്ന് നമ്മളൊരു ആക്ച്വലി ഒരു മോക്ഷം എന്നൊരു അവസ്ഥയിലോട്ട്, എൻലൈറ്റ്മെൻറ്റ് അസെൻഷൻസിലോട്ട് പോകുന്നൊരു പ്രോസസ്സാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. അതിലേക്ക് നമ്മളെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് എനർജി വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ DNA അടക്കം ക്ലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള പെയിൻ, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവരുടേതായിട്ടുള്ള മെമ്മറികൾ, കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിന് ലെറ്റ് ഗോ ചെയ്ത് വിടാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് വിടാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ട്രോമാസ്, ഇൻസെക്യൂരിറ്റീസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ്, വൂണ്ടുകൾ ഇതൊക്കെ ക്ലിയർ ആക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിന് പിന്നാലെ പോവല്ല വേണ്ടത്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, നമ്മൾ കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഞാൻ പല വീഡിയോസിലും ചില ആർട്ടിക്കിൾസിലൊക്കെ വായിച്ചത് എപ്പോഴും അവർ റൺ ചെയ്യുന്നു പോകുന്നത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണെന്നുള്ളൊരു തോട്ട് ഒരിക്കലല്ല കേട്ടോ. അവർക്കും അവരുടെ നാട്ടിൽ ഇൻസെക്യൂരിറ്റീസ്, പ്രശ്നങ്ങളും ഉണ്ടാവും. ഇത് എനർജറ്റിക് കണക്ഷൻ ആണെന്ന് പറഞ്ഞു. നിങ്ങളിലും ഉണ്ടാവും ഇൻസെക്യൂരിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി അല്ല ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനർജറ്റിക്കലി ഇത് മാച്ച് ആവാത്തതുകൊണ്ടാണ് അവർ റൺ ചെയ്ത് പോകുന്നത്. നിങ്ങൾ ഒരിക്കലും അതിനൊരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അവരെ നോക്കിയിട്ട് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല. ഓക്കെ, എൻ്റെ ഒരു കൺസെപ്റ്റ് ഇതാണ്. അവരെ നോക്കിയിട്ട് നിങ്ങൾ എത്രത്തോളം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും. നേരെ മറിച്ച് അവരെ വഴിക്ക് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ എനർജി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് ഒരു സന്തോഷം, സമാധാനം, യൂണിയൻ, ഹാർമണി ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരിക്കലും വിക്ടിം മെൻറ്റാലിറ്റിയിൽ ജീവിക്കേണ്ട ആൾക്കാരല്ല, മനസ്സിലാക്കാം. ഓക്കെ, അവരവരുടെ വഴിക്ക് വിടാം. തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരട്ടെ. അത് ഡിവൈനിലേക്ക് സമർപ്പിക്കാം. ഡിവൈനാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഫുള്ളി സറണ്ടർ ചെയ്ത് ദൈവത്തിന് സമർപ്പിച്ച് എന്നാണോ നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ വരും. അതിന് ലെറ്റ് ഗോ ചെയ്യാം. നമ്മൾ ഏതൊന്നിനെ പിടിച്ചു വയ്ക്കുന്നോ അത് നിങ്ങളിൽ നിന്ന് അകന്ന് പോകത്തേ ഉള്ളൂ. അതിപ്പോൾ ഏതൊരു കാര്യമായാലും അങ്ങനെ തന്നെയാണ്. നമ്മളത് പിടിച്ചു വയ്ക്കും തോറും നമുക്ക് പെയിൻ ഉണ്ടാവുന്നു. ഞാനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കത്തി. നമ്മൾ മൂർച്ചയുള്ള ഒരു കത്തി എത്രത്തോളം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു അത്രത്തോളം നമുക്കിത് പെയിൻ ഉണ്ടാക്കി ചോര വന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് നിങ്ങളതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ പെയിനിൽ നിന്ന് റിലീസ് ആവാൻ പറ്റും. ഓക്കെ, വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പം അവരെ മറക്കുക എന്നല്ല കേട്ടോ. ഓർമ്മയിലൊക്കെ വരും. ഇറ്റ്സ് ഓക്കെ. ഓർമ്മയിൽ വരുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അവർ നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾക്ക് ദേഷ്യം, ടെൻഷൻ ആണെങ്കിൽ നിങ്ങളത് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അവരവരേക്ക് വിടാം. അവർക്ക് സ്നേഹം നിങ്ങൾ സെൻഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മകൾ വരുന്ന സമയത്ത് സെൻഡ് ചെയ്യാം. ദെൻ
ബാക്ക് ടു അവർ ലൈഫ്. നമ്മുടെ സാധാരണ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. ചിലപ്പോൾ 2-3 ദിവസം ടെൻഷൻ ഉണ്ടാവും, ഇറ്റ്സ് ഓക്കെ. നമ്മളെ ബാലൻസ് ചെയ്യാൻ പതിയെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു ചൈൽഡ്ഹുഡിലെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ടാവും, നമ്മളെ യൂണിയൻ ലേറ്റഡ് ആക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ യൂണിയനിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. എന്നിരുന്നാലും നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇഷ്യൂസ്, ഇൻസെക്യൂരിറ്റീസ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മേ ബി ചൈൽഡ്ഹുഡിൽ നിങ്ങൾ പാരൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ, അവരുടെ പ്രസൻസ് വളരെയധികം ആഗ്രഹിച്ചുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ട്രോമ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്ക് മറ്റുള്ളവരോട് തോന്നുന്നു, പക്ഷേ അവർക്ക് തിരിച്ച് നമ്മളോട് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ പിന്നെയും ചേസ് ചെയ്ത് പോവാണ്. ഇത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് വന്ന ഇമോഷണൽ ട്രോമയാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക, ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക, ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെപ്പോഴും നിങ്ങളെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ സെലക്ട് ചെയ്യാത്തൊരു വ്യക്തിനെ നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം പലരും ട്വിൻ ഫ്ലെയിം എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ അവരെ ഒഴിവാക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ അവരുടെ ആ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു അറ്റൻഷൻ സീക്കറായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പോൾ ഞാൻ അവരെ വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പേടി കൊണ്ട് പലപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. ഓക്കെ, ചില ക്ലയൻസ് വരുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെയാണ് ചൂസ് ചെയ്യേണ്ടത്. എപ്പോഴും നിങ്ങളുടെ കപ്പ് ഫിൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം തേർഡ് പാർട്ടിയിൽ കണക്റ്റഡ് ആയി എന്ന് പറയുന്നു. സോ നിങ്ങളുടെ കപ്പ് ഫിൽ ചെയ്യാതെയാണ് ഇപ്പോൾ അവരുടെ കപ്പ് ഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നമ്മുടെ ശൂന്യതയിൽ നിന്ന് എടുത്തിട്ട് എന്തൊക്കെയോ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളീ കൊടുക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, അവരതെടുത്തിട്ട് വേറൊരു കപ്പിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ അവർ നിങ്ങളിലേക്ക് വരുള്ളൂ. കാരണം ഇത് മിറർ സോൾസ് ആണ്. സോ നിങ്ങളെപ്പോഴും നിങ്ങളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളെ ചൂസ് ചെയ്യുക, നിങ്ങളുടെ കംഫർട്ട് നോക്കുക. ഓക്കെ, മറ്റുള്ളവരെ ധിക്കരിക്കണം എന്നല്ല പറയുന്നത്, ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടടുത്ത് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റണം. പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, ഞാൻ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും തോറും അവർ വന്ന് ബുദ്ധിമുട്ടിക്കുന്നു. നിങ്ങൾക്ക് സ്ട്രഗിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ പറ്റാത്തത് നമ്മുടെ ഉള്ളിൽ ആ ട്രോമ ഉള്ളത് കൊണ്ടാണ്, നമുക്ക് ആ അഡിക്ഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്. നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലേറ്റായിട്ട് പോകുന്നത്. നമ്മുടെ ശരിക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മൾ ഒരു യൂണിയൻ ഹാർമണിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ബ്ലിസ്ഫുള്ളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്യും. ഫിനാൻഷ്യൽ അബൻഡൻസ്, ഫിനാൻഷ്യൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും സ്പിരിച്വൽ എനർജിയാണ്. നമ്മൾ സ്പിരിച്വലി എത്രത്തോളം ഗ്രോ ചെയ്ത് പോകുന്നോ അത്രത്തോളം നമ്മളിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഓക്കെ, ഈ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ചൂസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ഡിവൈനിലേക്ക് സമർപ്പിക്കുക. നിങ്ങളും ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് നിങ്ങളും ദൈവവും തമ്മിലുള്ള കണക്ഷനാണ്, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള കണക്ഷൻ അല്ല. ഓർക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അത് ദൈവത്തിലാണ് സമർപ്പിക്കേണ്ടത്. അത് കണക്ഷൻ അവിടെ കിട്ടും. ഓക്കെ, സോ എപ്പോഴും ട്രസ്റ്റ് ചെയ്യുക. ഡിവൈൻ ടൈം എന്നൊരു ടൈമുണ്ട്, അതിൽ മാത്രമേ കാര്യങ്ങൾ സംഭവിക്കുള്ളൂ. നിങ്ങളിനി എത്രത്തോളം ഫോഴ്സ് ചെയ്താലും, എത്രത്തോളം എന്ത് തലകുത്തി മറിഞ്ഞാലും സമയത്തിന് മാത്രമേ നടക്കുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്, കർമ്മ ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ കർമ്മ ക്ലിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, പെയിൻ, കർമ്മഫലങ്ങൾ, ഇതൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് മിസ്സിങ് ഫീൽ വരും, ചേസിങ് എനർജി ഉണ്ടാവും. സോ തിരിച്ചു വരാൻ ശ്രമിക്കുക. വിഷമം ഉണ്ടാവും, നമ്മളെ ഷാഡോ സെൽഫിനെ നമ്മൾ അംഗീകരിക്കുക, നമ്മളെ കംഫർട്ട് ചെയ്യുക, ജേർണലിങ് ചെയ്യുക. ഓക്കെ, നേച്ചറിൽ കണക്ട് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർക്ക് റിലേഷൻഷിപ്പ് ആങ്സൈറ്റി ഉണ്ടാവും. ഇത് ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. മദർ ഫാദർ വോണ്ട് ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ഒരു പാരൻസ്, അച്ഛൻ അമ്മ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതൊരു അബ്യൂസീവ് ക്യാരക്ടറിലോട്ട് മാറും. പിന്നെ നിങ്ങൾ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ കുഞ്ഞുനാൾ മുതൽ ഉള്ള പല ദേഷ്യം, ആങ്കർ ഇഷ്യൂസ്, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ വലിയതാവുമ്പോൾ നമുക്കുള്ളിൽ അതൊരു പ്രഷർ കുക്കറിലിട്ട ഒരവസ്ഥ ഉണ്ടാവും. അത് എല്ലാം കൂടി തുറന്ന് പുറത്തോട്ട് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് പലരും ഈ ഒരു എനർജി വേരിയേഷനൊക്കെ വരുന്ന സമയത്ത് അനുഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കാം കാര്യങ്ങൾ. അപ്പോൾ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് കുറേയൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഇതിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു ചൈൽഡ്ഹുഡ് ഹീലിംഗ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 15 നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ.